അടുത്തിടെ രജനീകാന്ത് ഒരു വേദിയിൽ ഇങ്ങനെയൊരു കഥ പറഞ്ഞു. 16 വയതില്ലേ എന്ന സിനിമ ഇറങ്ങി 2 ആഴ്ച കഴിഞ്ഞ സമയം. അപ്പോഴാണ് ഒരു നിർമ്മാതാവ് അദ്ദേഹത്തിന്റെ ചിത്രത്തിനായി എന്നെ സമീപിക്കുന്നത്. നായകൻ ആരാണെന്ന് ഞാൻ പറയുന്നില്ല. പ്രാധാന്യമുള്ള വേഷത്തിലേക്കാണ് എന്നെയും വിളിച്ചത്. 6000 രൂപയ്ക്ക് ഞാൻ അഭിനയിക്കാമെന്ന് സമ്മതിച്ചു. 1000 രൂപ അഡ്വാൻസ് നാളെ തരാമെന്ന് പറഞ്ഞ് നിർമ്മാതാവ് പോയി. പക്ഷേ പിറ്റേന്ന് എനിക്ക് അഡ്വാൻസ് കിട്ടിയില്ല. ചോദിച്ചപ്പോൾ നാളെ AVM സ്റ്റുഡിയോയിലെ സെറ്റിൽ മേക്കപ്പ് ഇടുന്നതിന് മുൻപ് 1000 രൂപ കയ്യിൽ തരാമെന്ന് വാക്ക് പറഞ്ഞു. അങ്ങനെ രാവിലെ തന്നെ അവർ അയച്ചു തന്ന കാറിൽ ഞാനും ഷൂട്ടിനായി AVM സ്റ്റുഡിയോയിലെത്തി. അഡ്വാൻസിന്റെ കാര്യം ചോദിച്ചപ്പോൾ നിർമ്മാതാവ് അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് ലഭിച്ച മറുപടി. അതോടെ ഞാൻ 1000 രൂപ കിട്ടിയിട്ട് മേക്കപ്പ് ഇടാമെന്ന നിലപാടെടുത്തു. കുറച്ചു കഴിഞ്ഞ് വെളുത്ത അംബാസിഡർ കാറിൽ സിനിമയുടെ നിർമ്മാതാവ് സെറ്റിലേക്ക് എത്തി. ഞാൻ മേക്കപ്പ് ഇടാതെ ഇരിക്കുകയാണ്. 1000 രൂപ ലഭിക്കണമെന്ന വാശിയിൽ തന്നെ. കാറിൽ നിന്നിറങ്ങിയ നിർമ്മാതാവ് സംഭവം അറിഞ്ഞ് എന്റെ നേർക്ക് വന്നു ചോദിച്ചു, എന്താടാ നീ അത്ര വലിയ ഹീറോ ആയിപ്പോയോ? 4 പടമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ? പണം കിട്ടിയാലേ അഭിനയിക്കൂ എന്ന നിലയിലായോ? നിനക്കിവിടെ വേഷമില്ല, പണവുമില്ല, ഇറങ്ങടാ സെറ്റിൽ നിന്നും. ഞാൻ ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് 1000 രൂപ മേക്കപ്പ് ഇടും മുൻപ് തരാമെന്ന്? അതുമാത്രമാണ് ഞാൻ ചോദിച്ചത്. ശരി, വേഷമില്ലെങ്കിൽ വേണ്ട, എന്നെ എവിടെ വെച്ച് വിളിച്ചോ അവിടെ കൊണ്ടുവിട്ടേക്കോ. ഇതും പറഞ്ഞ് ഞാൻ കാറിൽ കയറാൻ തുടങ്ങി. എന്റെ നിർമ്മാതാവ് തടഞ്ഞു. കാറിന്റെ വാടക ആര് കൊടുക്കും? നിനക്കിവിടെ നിന്നും കാറുമില്ല, ഒന്നുമില്ല. എന്റെ കയ്യിൽ പണമൊന്നും എടുത്തിരുന്നില്ല. അപമാനിക്കപ്പെട്ട് ഞാൻ AVM സ്റ്റുഡിയോയുടെ പുറത്തേക്ക് അലക്ഷ്യമായി നടന്നു. കോടമ്പക്കത്തെ തെരുവിലൂടെ നടക്കുമ്പോൾ അവിടെയെല്ലാം 16 വയതില്ലേ എന്ന എന്റെ സിനിമയുടെ പോസ്റ്ററും ഇതെപ്പടി ഇருக்கு എന്ന സിനിമയിലെ ഡയലോഗും കാണാം. ബസ്സിൽ പോകുന്നവരെല്ലാം എന്നെ തിരിച്ചറിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം എന്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. അപമാനിച്ചിറക്കി വിട്ട അതേ AVM സ്റ്റുഡിയോയിലേക്ക് ഫോറിൻ കാറിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ച് വരണം. ഇല്ലേ, എൻ പേര് രജനീകാന്ത് അല്ല. 4 വർഷങ്ങൾ കഴിഞ്ഞു. AVM മുതലാളിയായിരുന്ന ചെട്ടിയാരുടെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ ഇറ്റാലിയൻ ഫിയറ്റ് കാർ 4.25 ലക്ഷം രൂപ നൽകി ഞാൻ വാങ്ങിച്ചു. ഫോറിൻ കാറായി. ഇനിയൊരു ഫോറിൻ ഡ്രൈവർ കൂടി വേണം. അങ്ങനെ ആംഗ്ലോ ഇന്ത്യനായ ഒരു ഡ്രൈവറെയും കണ്ടെത്തി. അന്ന് വെള്ള അംബാസിഡർ കാർ നിന്ന് അതേ സ്ഥലത്ത് ഞാൻ ഫോറിൻ കാറിൽ വന്നിറങ്ങി. പുറത്തിറങ്ങി 555 സിഗരറ്റ് സ്റ്റൈലായി വലിച്ചു. കാറിൽ കുറച്ചു നേരം ചാരി നിന്നു. സമയം അതാണെല്ലാമെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ബാംഗ്ലൂരിലെ ഒരു സാധാരണ ബസ് കണ്ടക്ടറും കൂലിയുമായിരുന്ന ഒരു പയ്യൻ എങ്ങനെയാണ് തമിഴകത്തിന്റെ സ്വന്തം വളർത്തുമകനായി അവരുടെ ആരാധ്യ പുരുഷനായി തീർന്നത്? അത് അതിശയോക്തി നിറഞ്ഞൊരു ചോദ്യമാണ്. കമന്റിൽ നിരന്തരം ആവശ്യപ്പെട്ട സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ സ്വപ്നങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ കഥ കേൾക്കാം. நான் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. 1950 ഡിസംബർ 12 ബാംഗ്ലൂരിലെ ഒരു മറാത്തി കുടുംബത്തിലാണ് രജനീകാന്ത് ജനിച്ചത്. ശിവാജി റാവു ഗേഗ്വാദ് അതായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അച്ഛൻ രാമോജി റാവു ഗേഗ്വാദ്. അദ്ദേഹം ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ്. 9ാമത്തെ വയസ്സിലാണ് രജനീകാന്തിന് തന്റെ അമ്മയെ നഷ്ടമാകുന്നത്. സത്യനാരായണ റാവു, നാഗേശ്വര റാവു എന്നീ സഹോദരന്മാരുടെയും അശ്വത് ബാലുഭായി സഹോദരിയുടെയും ഇളയ അനുജൻ. അദ്ദേഹത്തിന്റെ പൂർവികർ മഹാരാഷ്ട്രയിലെ പൂനെയിൽ സ്ഥിരതാമസമാക്കിയിരുന്നവരാണ്. പിതാവ് ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം രജനിയും കുടുംബവും ബാംഗ്ലൂരിലെ ഹനുമന്ത നഗറിൽ സ്ഥിരതാമസമാക്കി. വീട്ടിൽ മറാത്തിയും പുറത്ത് കന്നഡയും സംസാരിച്ച് വളർന്ന രജനി ജന്മം കൊണ്ട് മറാത്തിയാണെങ്കിലും മറാത്തി ഭാഷയിൽ പക്ഷേ സിനിമകളൊന്നും ചെയ്തിട്ടില്ല എന്നതാണ് കൗതുകം. ബാംഗ്ലൂരിലെ ഗവിപുരം ഗവൺമെന്റ് കന്നഡ മോഡൽ പ്രൈമറി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. അക്കാലത്ത് പഠനത്തെക്കാൾ സ്പോർട്സിലായിരുന്നു കമ്പം. ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ എന്നിവയിലൊക്കെ സജീവമായി പങ്കെടുത്തിരുന്ന രജനിയെ 6ാം ക്ലാസ്സിന് ശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ രാമകൃഷ്ണ മഠത്തിൽ ചേർത്തു. ഇക്കാലത്താണ് ആത്മീയ പാഠങ്ങൾക്ക് പുറമെ അദ്ദേഹം നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങുന്നത്. ഒരിക്കൽ ഇതിഹാസമായ മഹാഭാരതത്തിലെ ഏകലവ്യന്റെ വേഷം ചെയ്യാൻ രജനിക്ക് അവസരം ലഭിച്ചു. അതിലെ പ്രകടനത്തിന് കന്നഡ കവി DR ബാന്ദ്രയിൽ നിന്നും പ്രശംസയും ലഭിച്ചു. അത് നന്നേ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് പേരും പ്രശസ്തിയും നൽകി. പിന്നീട് കുരുക്ഷേത്ര നാടകത്തിലെ ദുര്യോധനന്റെ വില്ലൻ വേഷം കൊച്ചുപ്രായത്തിൽ രജനി കയ്യടികൾ ഏറ്റുവാങ്ങി. അഭിനയത്തോടുള്ള രജനിയുടെ അഭിനിവേശം അവിടെ നിന്നും തുടങ്ങുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് രജനീകാന്ത് തനിക്ക് പഠിക്കാൻ താല്പര്യമില്ലെന്ന് ജ്യേഷ്ഠനോട് പറഞ്ഞു. നമ്മുടെ കുടുംബത്തിൽ ആർക്കും വിദ്യാഭ്യാസമില്ല. നീയെങ്കിലും പഠിച്ച് ഡോക്ടറോ IPSകാരനോ ഒക്കെ ആകണം. പഠിച്ചാലേ ജീവിതത്തിൽ രക്ഷപ്പെടൂ എന്ന് പറഞ്ഞ് രജനി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ നാട്ടിലെ പണക്കാരുടെ മക്കൾ പഠിക്കുന്ന വലിയ സ്കൂളിൽ ചേർത്ത് തുടർ വിദ്യാഭ്യാസം നൽകി. ജ്യേഷ്ഠന്റെ ഉപദേശം കേട്ട് രജനി വാശിയോടെ പഠിക്കാനൊന്നും നിന്നില്ല. പക്ഷേ സമ്പന്നരായ കുട്ടികൾക്കൊപ്പമുള്ള ആ സ്കൂൾ കാലമാണ് തന്നെ സമ്പന്നനാകണമെന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ലോകമറിയുന്ന പ്രതിഭയാകുന്നത് ഒരു സുപ്രഭാതം കൊണ്ടൊന്നുമല്ല. അതിനു പിന്നിൽ കഠിനാധ്വാനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും വലിയൊരു കഥയുണ്ട്. ഓഫീസ് ബോയായും മരപ്പണിക്കാരനായും കൂലിയായും മുതൽ
കണ്ടക്ടർ ജോലി വരെ അദ്ദേഹം ചെയ്തിരുന്നു. രജനിയിലെ കണ്ടക്ടർക്ക് പോലും ഉണ്ടായിരുന്നു അന്നേറെ ആരാധകർ. രജനി എന്ന കണ്ടക്ടർ എന്നാൽ ഒരു പവർ പാക്ഡ് എന്റർടൈനർ കൂടിയായിരുന്നു അന്ന്. ജീവിക്കാനുള്ള നൃത്യവൃത്തി ചെയ്യുന്നതിനിടയിലും അഭിനയമോഹം ഒരിക്കലും വിട്ടുകളഞ്ഞതുമില്ല. പക്ഷെ അഭിനയിച്ച് താൻ ആരെങ്കിലുമൊക്കെ ആകുമെന്ന വലിയ സ്വപ്നവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അന്ന് ജ്യേഷ്ഠൻ കുറച്ച് പണവുമായി വീട്ടിൽ വന്നൊരു ദിവസം. രജനീകാന്തിന്റെ തലവര പോലും മാറി മറിഞ്ഞൊരു ദിവസം കൂടിയായിരുന്നു അത്. ഫീസ് അടയ്ക്കാൻ നൽകിയ പണവുമായി രജനി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി. അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ട്രെയിൻ ഏതെന്ന് പോലും നോക്കാതെ ചാടിക്കയറി. ബാംഗ്ലൂർ സെൻട്രലിൽ നിന്നും രജനി ഓടിക്കയറിയ ട്രെയിൻ മറ്റെവിടേക്കുമായിരുന്നില്ല. അത് കൃത്യമായ വഴി കാണിച്ചു കൊടുത്തു. തമിഴ്നാട്. പക്ഷേ ആ പയ്യനെ ആദ്യമായി വരവേറ്റത് തികച്ചും വിചിത്രമായാണ്. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തു എന്ന് പറഞ്ഞ് ഫൈൻ അടയ്ക്കാതെ വിടില്ലെന്ന് TTR ശകാരിച്ചു. സർ, എൻ്റെ ടിക്കറ്റ് നഷ്ടമായതാണ്, ഞാൻ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതല്ല എന്ന് കേണു പറയുന്ന പാവം പയ്യനോട് സഹതാപം തോന്നിയ റെയിൽവേ സ്റ്റേഷനിലെ കൂലികൾ ഒടുവിൽ ടിക്കറ്റിന്റെ പൈസ കൊടുത്ത് സഹായിക്കാൻ തുടങ്ങി. അന്നേരം എൻ്റെ കയ്യിൽ പണമുണ്ടെന്ന് പറഞ്ഞ് കയ്യിലിരുന്ന പണമെടുത്ത് കാട്ടിയിട്ട് തൻ്റെ പക്കൽ നിന്നും ടിക്കറ്റ് നഷ്ടമായതാണെന്ന് പറഞ്ഞ് കരയുന്ന അവനോട് TTR പറഞ്ഞത് ഇങ്ങനെയാണ്: ഉന്നേ നമ്പരപ്പ എന്നാണ്. അങ്ങനെ അനുതാപത്തോടെ തമിഴ്നാട് അദ്ദേഹത്തെ വരവേറ്റു. തമിഴ്നാട്ടിലെത്തിയ രജനി അവിചാരിതമായി മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഭിനയ കോഴ്സുകളെക്കുറിച്ചുള്ള പരസ്യം കണ്ടു. ആ കോഴ്സിൽ ചേരുന്നതിനായി മദ്രാസിലെത്തി. കുടുംബം അദ്ദേഹത്തിന്റെ തീരുമാനത്തെ പിന്തുണച്ചില്ല. പക്ഷേ സഹപ്രവർത്തകരിൽ ഒരാളായ രാജ് ബഹദൂറാണ് അന്ന് അദ്ദേഹത്തെ പിന്തുണച്ചതും പണപരമായി സഹായിച്ചതും. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ രജനിക്കൊപ്പമുണ്ടായിരുന്ന ഒരു മലയാളി സുഹൃത്ത് ആ പഴയകാലം ഒരിക്കൽ ഇങ്ങനെ ഓർത്തെടുത്തു: അന്നേ നടത്തത്തിലും ഇരിപ്പിലുമെല്ലാം ഒരു സ്റ്റൈലുണ്ടായിരുന്നു. എന്നും ഒഴിവ് സമയങ്ങളിൽ പെട്ടിക്കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങി മുകളിലേക്ക് എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് തമിഴ് സംവിധായകൻ K. ബാലചന്ദ്രനാണ് ആദ്യമായി അദ്ദേഹത്തിന്റെ പ്രതിഭയെ ദീർഘവീക്ഷണം ചെയ്യുന്നതും ഒരു വലിയ പ്രതിഭയ്ക്കിടണമെന്ന് കരുതി കാലങ്ങളോളം മനസ്സിൽ കാത്തുവച്ചിരുന്ന രജനീകാന്ത് എന്ന പേര് ബാംഗ്ലൂർക്കാരൻ പയ്യനെ വിളിക്കുന്നതും. രജനിയോട് തമിഴ് പഠിക്കാൻ ആവശ്യപ്പെടുന്നതും ബാലചന്ദ്രാണ്. തന്റെ ആദ്യ തമിഴ് സിനിമയിൽ രജനി വെറും 15 മിനിറ്റ് മാത്രം പ്രത്യക്ഷപ്പെട്ടു. 1975 ബാലചന്ദ്ര സംവിധാനം ചെയ്ത കമലഹാസൻ നായകവേഷത്തിലെത്തിയ അപൂർവരാഗങ്ങൾ എന്ന സിനിമ. അതിലൊരു നെഗറ്റീവ് റോളുമായി രജനി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചു. സപ്പോർട്ട് റോളുകളോ നെഗറ്റീവ് റോളുകളോ മാത്രമായി അദ്ദേഹം ഒതുങ്ങി. കൂടുതലും കമലഹാസൻ നായകനായുള്ള സിനിമകളിലെ വില്ലൻ വേഷങ്ങൾ. സ്വതന്ത്ര നടനായി അരങ്ങേറ്റം കുറിക്കാൻ കമലഹാസൻ തന്നെയാണ് രജനിയെ ഉപദേശിക്കുന്നതും. അല്ലാത്തപക്ഷം ആരും തന്നെ നായക നടനായി പരിഗണിക്കില്ല എന്ന കമലഹാസന്റെ വിലയേറിയ ഉപദേശം അന്ന് രജനി സ്വീകരിച്ചു. ഭുവന ഒരു കേൾവിക്കുറി എന്ന സിനിമയിൽ അങ്ങനെ ആദ്യമായി ഒരു പോസിറ്റീവ് റോൾ പരീക്ഷിച്ചു രജനി. ആ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായി. ഒപ്പം നിരവധി സ്ത്രീ ആരാധകരെയും അദ്ദേഹത്തിന് കിട്ടി. ആ ചുവടുമാറ്റം കരിയറിലെ തന്നെ വഴിത്തിരിവായി. 1978 പുറത്തിറങ്ങിയ ഭൈരവി എന്ന ചിത്രത്തിലൂടെ കലൈജ്ഞാനമാണ് രജനിയെ ആദ്യമായി നായക വേഷത്തിലേക്ക് പരിഗണിക്കുന്നത്. അദ്ദേഹത്തോടൊന്ന് പലരും ആ പയ്യനെ വെച്ച് പരീക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടും രജനിയെ വെച്ച് പടം ചെയ്യാൻ ധൈര്യം കാണിച്ച കലൈജ്ഞാനവും രജനിയുടെ ജീവിതത്തിലെ ദൈവതുല്യനായാണ് അദ്ദേഹം കാണുന്നത്. തന്റെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് കലൈജ്ഞാനത്തിന് സമ്മാനമായി നൽകാനാണ് വിരുഗംപാക്കത്ത് അദ്ദേഹം വീട് വാങ്ങിയതെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. തന്റെ അഭിനയത്തിലൂടെ മാത്രമല്ല, തനതായ രജനി സ്റ്റൈൽ കൊണ്ടും പെരുമാറ്റം കൊണ്ടും അദ്ദേഹം തലമുറകളോളം വാഴ്ത്തപ്പെട്ടു. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് തുടങ്ങിയ എത്രയോ ബഹുമതികൾ. അണ്ണാമലൈ, ഭാഷ, അരുണാചലം, പടയപ്പ, ചന്ദ്രമുഖി, ശിവാജി, മുത്തു, അങ്ങനെ റെക്കോർഡുകളിട്ട എത്രയോ ചിത്രങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം സിനിമകൾ സൃഷ്ടിച്ച റെക്കോർഡുകൾ തകർക്കാൻ രജനീകാന്തിന് മാത്രമേ കഴിയൂ എന്നതാണ് സത്യം. സിനിമയെയും വെല്ലുന്നൊരു പ്രണയകഥയിലെ നായകൻ കൂടിയാണ് രജനീകാന്ത്. ചെന്നൈയിലെ എതിരാജ് കോളേജിലെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദത്തിന് പഠിക്കുമ്പോൾ തന്റെ കോളേജ് മാഗസീനായി സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ ഇന്റർവ്യൂ ചെയ്യാനെത്തിയ ലതാ രംഗാചാരി. അവരൊരുപക്ഷെ വിചാരിച്ചു പോലും കാണില്ല ആ സൂപ്പർ സ്റ്റാർ തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമെന്ന്. ഇരുവരും ബാംഗ്ലൂർ സ്വദേശികളായതിനാൽ പെട്ടെന്ന് അടുപ്പമുണ്ടായി. ആ അടുപ്പം തന്നെയാകണം അയ്യങ്കാർ പെൺകുട്ടിയെ തന്റെ ജീവിത സഖിയാക്കണമെന്ന ചിന്തയിലേക്കും രജനിയെ നയിച്ചത്. 1981 ഫെബ്രുവരി 26 തിരുപ്പതിയിലെ പ്രശസ്തമായ ബാലാജി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു രജനീകാന്തിന്റെയും ലതയുടെയും വിവാഹം. ഐശ്വര്യ, സൗന്ദര്യ എന്നീ 2 പെൺമക്കളെ നമുക്കും പരിചിതമാണല്ലോ. വന്ന വഴി മറക്കാതെ തന്റെ ട്രസ്റ്റ് വഴി ഒരുപാട് പേർക്ക് സഹായഹസ്തം നീട്ടുന്ന രജനി, ലളിതമായി ജീവിക്കുന്ന, ലളിതമായി പെരുമാറുന്ന രജനി. നിങ്ങൾ തന്നെയാണ് 80കളിലെ ബില്ല, 90കളിലെ ഭാഷ, 2Kയിലെ അണ്ണാത്തെ. നിങ്ങൾ എൻ്റെ നെഞ്ചിലാണ് സൂപ്പർ സ്റ്റാർ. രജനീകാന്തിന്റെ ചിത്രം നെഞ്ചിൽ ടാറ്റു ചെയ്തുകൊണ്ട് ഹർഭജൻ സിംഗ് രജനിക്കായി നൽകിയ പിറന്നാൾ ആശംസയിൽ കുറിച്ച വാക്കുകളാണിത്. ഒരിക്കൽ അപമാനിക്കപ്പെട്ട് കോടമ്പക്കം തെരുവിലൂടെ നടന്ന ആ പയ്യൻ ഇന്ന് പലരുടെ ജീവിതത്തിന്റെയും മിടിപ്പ് പോലും ആകുന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് ഹീറോ എന്ന് വിളിക്കാം. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും. എൻ്റർടൈൻമെന്റ് ഡെസ്ക്, സിൽവർ സ്ക്രീൻ.